അപ്പം ഞാൻ ഇൻട്രോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പം ഇൻട്രോ പറയാം. വെൽക്കം ടു അവർ ഫാമിലി. അപ്പം ഞാനിന്ന് ഒറ്റയ്ക്കേ ഉള്ളൂ. എറണാകുളം വന്നെയാണ്. ഇവിടെ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനിതാ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയെന്ന്. ഇനി എൻ്റെ വണ്ടി തപ്പണം. ഞാൻ ഇപ്പോൾ ഉള്ളത് ഫോറം മാളിലാണ്. അപ്പോൾ കുറച്ച് പർച്ചേസൊക്കെ ചെയ്തു. സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിച്ച്, ഒന്നുമില്ല, വീട്ടിലേക്കുള്ള കാച്ചിക്കുള്ള പാമ്പേഴ്സ് സാധനങ്ങൾ, പിന്നെ ദേവുവിനൊരു ഫെറോറോ റോഷർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ എല്ലാം വാങ്ങിച്ച് ഇനി നേരെ വീട്ടിലോട്ടേക്ക്. കൊല്ലം വണ്ടി എവിടെ ഇട്ടെന്നൊരു കൊടുത്തില്ലല്ലോ. നോട്ടെ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ഫ്രൈഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഗോഗു നാട്ടിലില്ല. ഗോഗു തിരികെ ദുബായിലേക്ക് പോയി. ഇതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. കാര്യം എനിക്ക് ഇപ്പോഴാണ് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഇതിനകത്ത് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനൊന്നും അറിയത്തില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കാര്യം ഞാൻ അന്നത്തെ ദിവസം ഗോഗുവിൻ്റെ കൂടെ ഇല്ലായിരുന്നു. ഗോഗു തനിച്ചാണ് എറണാകുളം പോയത്. എറണാകുളം പോയപ്പോൾ നമ്മുടെ ഫോറം മാൾ ഉണ്ടല്ലോ, ഫോറം മാളിൽ കയറിയിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കുറച്ച് വലിയ മുന്തിരിങ്ങ, ചെറുതല്ല, ഇത്തിരി അത്യാവശ്യം വലിയ മുന്തിരിങ്ങ. ആ നാട്ടിൽ കൊല്ലത്ത് ഞങ്ങൾ കുറേ എടുത്ത് തിരക്കി കാണുന്നു, കിട്ടിയില്ല. അപ്പോൾ ഗോഗുവിൻ്റെ ഇടയ്ക്ക് എറണാകുളത്ത് പോയപ്പം അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞ് കയറിയതാണ്. അപ്പോൾ കയറിയപ്പോൾ ആയിട്ടും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അന്നേരം ഞാൻ പറഞ്ഞു, ഗോഗു എന്തായാലും നീ വന്നേല്ലേ, നീ ഒരു വീഡിയോ എടുത്തായോ എന്ന് പറഞ്ഞു. അങ്ങനെ എടുത്താണുണ്ടോ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ദുബായ് വ്ളോഗുകൾ കാര്യങ്ങളൊക്കെ കാണാം. കാര്യം ഷോപ്പിലേക്ക് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗോഗു പോണേൻ്റെയും അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. ഇതിൻ്റെ അകത്തല്ല, ഗോഗു എനിക്കെടുത്ത് തരികയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതേണ്ട ഈ ഒരു ഗ്രേപ്പിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇത് അത്യാവശ്യം കുറച്ച് റേറ്റ്, നമ്മുടെ നോർമൽ മുന്തിരിക്കായും കുറച്ച് റേറ്റ് കൂടുതലാണ്. അതേപോലെ തന്നെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലഷൊക്കെ ഉണ്ടല്ലോ, നല്ല കുറച്ച് തിക്കാണ്. നോർമൽ ഗ്രേപ്പിൻ്റെ കണക്കല്ല, കുറച്ച് കട്ടിയുള്ള ഫ്ലഷാണ്. അതുപോലെ തന്നെ ഭയങ്കര സ്വീറ്റുമാണ് കേട്ടോ. അതിനകത്ത് കുരുവുള്ള ടൈപ്പ് തന്നെയുണ്ടോ. പിന്നെ കുറേ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വേണോ എന്നോട് വിളിച്ച് ചോദിച്ചു. ആപ്പിളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞൊരു വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട, അത് എന്തായാലും ഇവിടെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോഗു പോയതിൻ്റെ അന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആയിരുന്നു. സോ അതിൻ്റെ എന്തോ ഓഫർ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ കണ്ട ആ ഒരു മോപ്പ് ഉണ്ടല്ലോ, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാനല്ല കേട്ടോ, ഗോഗുവാണ് എടുത്തത്. അതുകൊണ്ടിട്ട് പ്രോപ്പറായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അതേപോലെ തന്നെ ഞാൻ ഇടയ്ക്കും മുറയ്ക്കായിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. കാര്യം എനിക്കറിയില്ല കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഈ ഫോറം മാളിൽ ഞാൻ ഫോറം മാളിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 2 years ആവുന്നു. ബട്ട് ഇതുവരെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഗോഗുവിൻ്റെ അമ്മയൊക്കെ എറണാകുളത്ത് ഉണ്ടായിരുന്ന ടൈമിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പോകാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. ഞാനതുകൊണ്ടിട്ട് ഫസ്റ്റ് ടൈമാണ് വീഡിയോയിൽ കൂടിയിട്ടാണ് ഈ ഫോറം മാൾ കാണുന്നത്. നിങ്ങളാരെങ്കിലും ഫോറം മാൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ, എന്നെപ്പോലെ. ഇവിടെ ഈ സംഭവം കേട്ടോ, നമുക്ക് സാധാരണ ദുബായിലാണിത് ഈ ഒരു സ്ലോപ്പ് മീൻസ് നമ്മുടെ ഈ എസ്കലേറ്റർ ഉണ്ടല്ലോ, അത് ഞാൻ ദുബായിൽ കണ്ടിട്ടുള്ളൂ. വേറെ എറണാകുളത്ത് ലുലുവിലുണ്ടോ? ഇല്ല. ലുലുവിലുള്ളത് മറ്റേ സ്റ്റെയറിൻ്റെ ടൈപ്പിലുള്ളത് തന്നെയാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, കൊള്ളാം. പിന്നെ ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റ് വരുന്നത് ലുലുവിൻ്റെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഗോഗു കയറിയപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോറം മാളാണ്, പക്ഷേ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റാണ്. എനിക്ക് തോന്നുന്നു ലുലുവിൻ്റെ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റംസ് ആണ് കേട്ടോ. ഇരിക്കുന്ന കേട് ഫ്ലവേർഡ് കേട് ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സോ ഞാൻ കഴിച്ചിട്ടില്ലാത്ത കുറേ ഫ്ലേവേഴ്സ് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് ഞാൻ പറഞ്ഞതോ എന്നോട് വിളിച്ച് പറയുകയോ ചെയ്തില്ല, എടുക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല, ആളെടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോഗു എനിക്ക് മേടിച്ചു കൊണ്ടുവന്ന ഗിഫ്റ്റുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചേച്ചി കമൻറ്റ് ചെയ്തു, ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോയി വാങ്ങുന്നതിനല്ല. അന്ന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല, ഗോഗു തനിയാണ് എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ എന്നോട് പറയാണ്ടിട്ടാണ് ഇതൊക്കെ എടുത്തിട്ട് വന്നത്. ഞാൻ ആകെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഗ്രേപ്സ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ബേബിക്കുള്ളൊരു ഡയപ്പറും എടുക്കാൻ പറഞ്ഞു. വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ആൾ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ടോ. ആ കാര്യത്തിൽ ഞാൻ ലക്കിയാണ്. ഒരുവിധം എല്ലാ ഗേൾസും അങ്ങനെയൊക്കെ ആയിരിക്കും, നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഹസ്ബൻഡുമാരൊക്കെ ആയിരിക്കും കൂടെ ഉള്ളത്. എന്നാലും എനിക്ക് ഭയങ്കര പ്രീഷ്യസ് ആണ് എൻ്റെ ഗോഗു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗോഗു ഇപ്പം കൂടെ ഇല്ലാത്തപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം അവ ഉള്ളപ്പോൾ ഗോഗു എനിക്കത് വേണം, ശരി നീ ഞാൻ വാങ്ങിത്തരാം, ഏത് സമയത്ത് പറഞ്ഞാലും അന്നേരമൊക്കെ റെഡിയാണ്. അതിപ്പോൾ ഞാനിപ്പോൾ ക്യാരിങ് ആയിട്ടിരിക്കുന്ന ടൈമിലായാലും ശരി തന്നെ, അതിന് മുമ്പായാലും ശരി തന്നെ. ഞാൻ എന്തോ പറഞ്ഞു കഴിഞ്ഞാൽ അതേ കണക്ക് എനിക്ക് വാങ്ങിത്തരുകയാവട്ടെ, എനിക്കിപ്പോൾ ഒരിടത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാവട്ടെ, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ എന്ത് പറഞ്ഞാലും ഗോഗുവിന് ഓക്കെയാണ്.
ഓക്കെ എന്നല്ല, എനിക്കറിയത്തില്ല, ഭയങ്കര ആ പുള്ളിക്കാരൻ എനിക്ക് കിട്ടിയ ഭാഗ്യം എന്ന് തന്നെ ഞാൻ പറയും. സോ അത് എപ്പോഴും ഞാൻ പറയും. അതുപോലെയാണ് ആളെന്നെ കൊണ്ട് നടക്കുന്നത്. അത് ഞങ്ങളെ അടുത്തറിയാവുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ സന്തോഷ സമയത്തായാലും ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഡ്രിങ്ക്സ് ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ അത് മോഗു എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ക്യാരിങ് ആയതിനു ശേഷം ഞാനത് കുടിച്ചിട്ടില്ല എന്നല്ല, ഈ മധുരം ഉള്ളതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ തോന്നും കേട്ടോ എന്തെങ്കിലുമൊക്കെ മധുരമുള്ളത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഇതായിരുന്നു, നമ്മുടെ കണ്ണൂർ ഒരു അരിയുണ്ട കിട്ടുമല്ലോ, അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം ഗോകുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ അമ്മേനോട് ഉണ്ടാക്കി തരാൻ പറഞ്ഞു. അന്നേരം അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു. ഇനി ആരെങ്കിലും വിളിച്ചോണ്ട് ഞാൻ ചേച്ചിനോട് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാക്കിത്തരാൻ. ആ സാധനം മാത്രമേ ഉള്ളൂ എനിക്ക് മധുരമുള്ളത് കഴിക്കാനായിട്ട് തോന്നിയത്. അത് നടന്നില്ല. ഇനിയിപ്പം ചേട്ടത്തിനോടും പറഞ്ഞിട്ടുണ്ട്, ചേച്ചിനോടും പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും കൊണ്ടിട്ട് ഉണ്ടാക്കിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇത് കണക്ക് ഞാൻ ക്യാരിങ് ആയിട്ടിരിക്കുന്ന സമയത്തും അന്നേരം ഇത് കണക്ക് എനിക്ക് ക്രേവിങ്സ് തോന്നിയത് ആ ഒരു അരി കൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ എറണാകുളത്ത് പോയപ്പോൾ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം എന്തായാലും നടന്നില്ല. അടുത്ത പ്രാവശ്യം ആക്ച്വലി എനിക്ക് 3 ബേബീസ് വേണമെന്നാണ് കേട്ടോ. അതുകൊണ്ടിട്ടാണ് രണ്ടാമത്തെ ബേബീനെ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. കാര്യം മൂന്നാമത്തെ ബേബിക്ക് ഞാനൊരു അല്പം ടൈം കൊടുത്തിട്ട് 3-4-5 വയസ്സ്, പിള്ളേർക്ക് 3-4-5 വയസ്സായതിന് ശേഷം മതി എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടിട്ടാണ് വേറെ പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തുകൊണ്ടിട്ടാണ് ഇപ്പോഴേ വേണമെന്ന് ചോദിച്ചത്. ഈ ഒരു ഐറ്റം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ ചോപ്പർ, നമ്മൾ ഓനിയനൊക്കെ ചോപ്പ് ചെയ്യുമല്ലോ, അത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പോട്ടെ. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇപ്പോഴേ എന്തിനായിരുന്നു, കുറച്ച് ടൈം കൂടെ കൊടുത്തുവിടായിരുന്നു, കാശി കുഞ്ഞല്ലേ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്വിൻസ് വേണമെന്ന്. എനിക്കിപ്പം ഒരു ട്വിൻ ബേബി ആയിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടുപേരും ഞാൻ ഒരുപോലെ നോക്കണ്ടേ. അതുപോലെ തന്നെയാണ് എൻ്റെ കാശിക്കുട്ടനും ഇനി വരാൻ പോകുന്ന ബേബീന്. പിന്നെ ആരെങ്കിലും കമൻറ്റ് ചെയ്ത് ചോദിച്ചു, ചേച്ചി ബേബി ബോയ് വേണോ ബേബി ഗേൾ വേണോ. ആക്ച്വലി എനിക്കൊരു ബേബി ബോയും കൂടെ വേണമെന്നാണ്. എന്നിട്ട് മൂന്നാമത്തെ ബേബി ഗേൾ ആവട്ടെ എന്നായിരുന്നു. പക്ഷേ ബേബി ഗേൾ വെയിറ്റിംഗ് ആണ് ബേബി ഗേളിന് വേണ്ടിയിട്ട്. ആരായാലും കുഴപ്പമില്ല കേട്ടോ. ആയുരാരോഗ്യത്തോടെ എനിക്ക് കിട്ടിയാൽ മതി, വേറെ ഒന്നുമില്ല. കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ചെറിയ രീതിയിൽ വളർച്ചക്കുറവുണ്ട് എന്നുള്ള കാര്യം. സോ അങ്ങനെയൊന്നും ഉണ്ടാവാതെ ആരോഗ്യത്തോടെ എനിക്ക് കിട്ടിയാൽ മതി. പിന്നെന്താ, പിന്നെ ഈ ഒരു ചോക്ലേറ്റ് ഇത് എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ചോക്ലേറ്റ് വേണം. പിന്നെ ആ ബാസ്ക്കറ്റിൽ കിടക്കുന്ന ഇമലി ഉണ്ടല്ലോ, പുളി അത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷേ എനിക്കിഷ്ടമാണെന്ന് അറിയാവുന്നവർക്ക് മേടിച്ചതാണ്. പിന്നെ ചോക്ലേറ്റ് ഏത് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, വെറുതെ മധുരം ഞാൻ കഴിക്കാൻ തോന്നിയാലും ഞാൻ കഴിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷുഗർ എങ്ങാനും വന്നു കഴിഞ്ഞാലോ എന്നുള്ളൊരു പേടി കൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് പ്രഷർ ലോ ആണ്, വേറെ പ്രോബ്ലം ഒന്നും എനിക്കില്ല. പിന്നെ ഇപ്പം ഈ പ്രാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടയേർഡാണ്. കാശിയുടെ സമയത്ത് എനിക്ക് അങ്ങനെ ടയർഡ്നെസ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഓടിച്ചാടി നടക്കുമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ അന്ന് ഗോകു നാട്ടിലില്ലായിരുന്നു. ഫസ്റ്റ് ഞാൻ ക്യാരിങ് ആണെന്ന് അറിഞ്ഞൊരു 1 മന്ത് ആയപ്പോഴത്തേന് ഗോകു ദുബായിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടിട്ട് എല്ലായിടും ഒറ്റയ്ക്ക് തന്നെ ബസ്സിലൊക്കെ കയറി പോയി അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി, എന്താണെന്ന് അറിയത്തില്ല. സെക്കൻഡ് ഡെലിവറി അങ്ങനെ ആയിരിക്കും എന്ന് ചിലർ പറഞ്ഞു. പിന്നെ അതേപോലെ ബേബി ഗേളാണെന്നുണ്ടെങ്കിൽ അതുപോലെ നല്ല ടയേർഡാവും എന്നും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ ചേട്ടത്തിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സംഭവം ആക്ച്വലി ഈ വെജിറ്റബിൾസിൻ്റെ സെക്ഷനൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് ലുലുവിൽ പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഹൈപ്പറിലൊന്നും കയറിയിട്ടില്ല. ചുമ്മാ അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് പുറത്തുള്ളൂ. കൂടുതലും അവിടെ ഫിലിം കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ട്രിവാൻഡ്രത്ത് ലുലുവിൽ ഹൈപ്പറിൽ കയറിയിട്ടുണ്ട്. ആക്ച്വലി ഇതൊക്കെ കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ദുബായി പോയ ആ ഒരു ഫീൽ തന്നെയാണ് തോന്നുന്നത്. ഏകദേശം അതുപോലെ തന്നെ ദുബായിലെ ലുലുവിലോ മറ്റൊക്കെ പോകുമ്പോൾ ഉള്ള ആ ഒരു ഫീലാണ് തോന്നുന്നത്. അതേപോലെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ചില സ്ഥലങ്ങളിൽ ദുബായിൽ ചില മാളുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ചില മാളുകളിൽ ചെന്നിട്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർ പറയും വീഡിയോ എടുക്കരുത്. ഇവിടെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടിട്ടാണ് കാര്യമായിട്ട് എടുത്തിട്ടുള്ളത്. ഞാനൊരു ഷോർട്സ് ചോദിച്ചതേ ഉള്ളൂ. പുള്ളിക്കാരൻ എനിക്കൊരു ലോങ് വീഡിയോ തന്നു. ലൈക്ക് നമ്മുടെ മറ്റേ പൂ ചോദിച്ചപ്പോഴത്തേന് പൂക്കാലം തന്നു എന്ന് പറയുമല്ലോ, അതുപോലെ ഞാൻ ചുമ്മാ അതും ഇതുമൊക്കെ വളവളാ പറഞ്ഞിട്ട് വലിച്ച് നീട്ടുന്നുണ്ടോ. എന്നാലും എന്നോട് ക്ഷമിച്ചേക്കും. എന്തായാലും വെറുതെ ആളത്ര പാടുപെട്ടിട്ട് പോയി എടുത്തിട്ട് വന്ന വീഡിയോ ആണ്. അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെയിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ പറയാമല്ലോ എന്ന് കരുതി.
പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പേര് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, രണ്ടാളും ഒരേപോലെ വളരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സത്യത്തിൽ ഞാനും അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത്. ഞാൻ ജനിച്ച് 7 മാസം ഉള്ളപ്പോഴാണ് എൻ്റെ അമ്മ എൻ്റെ അനിയത്തിനെ ക്യാരിങ് ആവുന്നത്. സോ എനിക്ക് 1 ഇയറും എനിക്ക് 1.25 വയസ്സായപ്പോൾ എൻ്റെ അനിയത്തി ജനിച്ചു. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബേബിക്ക് 1 ഇയർ ആയപ്പോൾ ഞാൻ ക്യാരിങ് ആയി. അടുത്ത വർഷം വാവയ്ക്ക് 2 വയസ്സാകുമ്പോൾ നെക്സ്റ്റ് ബേബി വരും. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അമ്മ എപ്പോഴും പറയാറുണ്ട്, ഞാൻ കൂടുതൽ കെയറിങ് തന്നിട്ടുള്ളത് എനിക്കാണ്, മൂത്താക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറയാറുണ്ട്. തിരിച്ചിറങ്ങി ഇനി നേരെ വീട്ടിലോട്ട്. കൊല്ലം ആദ്യം ഒരു ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് തിരിച്ച് കൊല്ലം പിടിക്കണം. നല്ല ക്ഷീണമുണ്ട്, ഒറ്റക്കല്ലേ. ദൈവവും കൂട്ടണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ മടിച്ചത്. ഇത് മൊത്തം കുണ്ടും കുഴിയല്ലേ. ഇനിയിപ്പോ എനിക്ക് മറ്റന്നാൾ അങ്ങോട്ട് ദുബായിലോട്ട് പോകാനുള്ളതുകൊണ്ട് അവക്കും വീണ്ടും അവള് തിരുവനന്തപുരത്ത് ഡ്രൈവ് വരണ്ടേ. അപ്പോൾ ഈ ഓട്ടം ആ ഓട്ടം എല്ലാം കൂടി ആവുമ്പം ക്ഷീണമാവും. പിന്നെ കാച്ചിനെയും കൊണ്ട് എടുത്തും ടാസ്ക് അല്ലേ. സോ അതാണ് ദേവുവിനെ കൂട്ടാഞ്ഞത്. ഒറ്റക്കുള്ള ഡ്രൈവ് മടുപ്പാ, നല്ല മടുപ്പാ. അപ്പം എൻ്റെ ചെറിയ വ്ളോഗ് ഇത്രയൊക്കെയാണ്. ഇനി ബാക്കി കാര്യങ്ങൾ വീട്ടിലെത്തിരി ദേവു പറഞ്ഞു തരും. ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്താൽ അവള് പറഞ്ഞു തരും. ലംബോർഗിനി പോകുന്നുണ്ടായിരുന്നു, അത് കാണിച്ചു തരാൻ വേണ്ടി പോസ് ചെയ്ത് ബാക്ക് ക്യാമറ ഓൺ ആക്കുമ്പോഴത്തേക്ക് വണ്ടിയുടെ വഴിക്കെത്തി. ഒരു നാൾ നമ്മൾ എടുക്കും ലംബോർഗിനി. അപ്പം ഞാൻ വണ്ടി ഓടിക്കട്ടെ. ടാറ്റ ബൈ ബൈ, സീ യു.